Welcome back to my channel. Now we are going to discuss about journal entries in connection with the redemption of preference shares. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്താണ്, അതുപോലെ തന്നെ റിഡംഷൻ നടത്തണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വേണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രീസ്. ഇപ്പോൾ ജേണലിന്റെ ഫോർമാറ്റ്, ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആ കണ്ടീഷൻസ്. നമ്മൾ പറഞ്ഞു പാർട്ട്ലി പെയ്ഡ് ഷെയർ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫൈനൽ കോൾ വിളിക്കണം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ആദ്യം ഫൈനൽ കോൾ ഡ്യൂ ആവണം, അതിനുശേഷം ആ ബാലൻസ് എമൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഫൈനൽ കോൾ വിളിച്ചു, അതിനുശേഷം എമൗണ്ട് കളക്ട് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കോട്ട് ജേണൽ എൻട്രി എഴുതുമ്പോൾ ഫൈനൽ കോൾ ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതണം. അപ്പൊ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: പ്രിഫറൻസ് ഷെയർ final call account debtor to preference share capital, preference share capital കിട്ടാനുള്ള എമൗണ്ട്, അതായത് എമൗണ്ട് ഡ്യൂ ആയത് നമ്മൾ ഇവിടെ എഴുതും. ദെൻ അടുത്ത എൻട്രി ഈ ഫൈനൽ കോൾ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ഉള്ളത്. Bank account debtor to preference share final call account. ഇതാണ് ഫൈനൽ കോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ജേണൽ എൻട്രീസ്. ഇനി നമുക്ക് നോക്കേണ്ടത് റിഡംഷന് വേണ്ടിയിട്ട് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതിയത്, പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റാനുള്ള ജേണൽ എൻട്രിയാണ് എഴുതിയത്. പാർട്ട്ലി പെയ്ഡ് ഇൻടു ഫുള്ളി പെയ്ഡ്, പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കി മാറ്റാനുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ ആദ്യം എഴുതിയത് രണ്ട്. ഫൈനൽ കോൾ വിളിച്ചു, അതിനുശേഷം എമൗണ്ട് കളക്ട് ചെയ്തു. amount received, നമുക്ക് എമൗണ്ട് ഡ്യൂ, ഫൈനൽ കോൾ ഡ്യൂ എന്ന് എഴുതാം. ഫൈനൽ കോൾ ഡ്യൂ ആയി, ദെൻ ഇത് ഫൈനൽ കോൾ റിസീവ് ചെയ്തു. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത എമൗണ്ട് കിട്ടിയാൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ റിഡംഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആവാം, പാറിൽ ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ ഫസ്റ്റ് എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. നറേഷൻ എന്ത് വരും, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഈ റിസീവ് ചെയ്ത എമൗണ്ടിന് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. അടുത്ത എൻട്രി അതാണ്. നമ്മള് എമൗണ്ട് റിസീവ് ചെയ്തു, ആപ്ലിക്കേഷൻ മണി കിട്ടി, ഇനി ഇതിനെ നമുക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അതിനുള്ള ജേണൽ എൻട്രി. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ
ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് ആ എമൗണ്ട് നമ്മൾ മാറ്റി. നരേഷൻ എഴുതും ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഫസ്റ്റ് എൻട്രി നമുക്ക് വരും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഈ ആപ്ലിക്കേഷൻ മണിയിൽ പ്രീമിയം ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് അടുത്ത എൻട്രി വരുന്നത് ഈ ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റലിലേക്കും സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. രണ്ടാമത്തെ എൻട്രി വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് കൊടുക്കാം. നരേഷൻ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇനി നമ്മൾ ഈ എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്കും സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുള്ള ജേർണൽ എൻട്രി നോക്കാം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഈ രണ്ട് എൻട്രിയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് എഴുതേണ്ടി വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എമൗണ്ട് കൊടുക്കുമ്പോൾ അത് ആദ്യം അവർക്ക് ഡ്യൂ ആവണം, പിന്നീടാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് എമൗണ്ട് ഡ്യൂ ആകുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് ആ എമൗണ്ട് ഡ്യൂ ആയി. എമൗണ്ട് ഡ്യൂ ടു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ ജേർണൽ എൻട്രി വരുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് എമൗണ്ട് ഡ്യൂ ആയി. ഇതിനടുത്തത് നമ്മൾ അവർക്ക് പൈസ കൊടുക്കുമ്പോൾ അവർക്ക് ഡ്യൂ ആയ എമൗണ്ട് കൊടുക്കും. എമൗണ്ട് പെയ്ഡ്. പേയ്മെന്റ് നടത്തുമ്പോൾ ജേർണൽ എൻട്രി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റർ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എഴുതി അവർക്ക് പൈസ കൊടുക്കുമ്പോൾ എന്ത് വരും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റർ ടു ബാങ്ക്. അവർക്ക് പൈസ കൊടുക്കുമ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റർ ടു ബാങ്ക് എന്നുള്ള ജേർണൽ എൻട്രിയാണ് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ എഴുതിയത് ഇത് രണ്ടും ഇവർക്ക് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആ എമൗണ്ട് കൊടുക്കുന്നത് പാറിലാണ് കൊടുക്കുന്നതെങ്കിലാണ് നമുക്ക് ഈ എൻട്രി എഴുതാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കൊടുക്കുന്നത് പ്രീമിയത്തിലാണെങ്കിൽ വരുന്ന ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എമൗണ്ട് ഡ്യൂ, ഇപ്പൊ നമ്മൾ എഴുതിയത് പാറാണ്. ഇനി പ്രീമിയത്തിലാണെങ്കിൽ എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ ജേർണൽ എൻട്രി, എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വരും. എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ ജേർണൽ എൻട്രി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ
ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് എമൗണ്ട് ഡ്യൂ ആയി. ഇനി അവർക്ക് കൊടുക്കുമ്പോൾ അപ്പൊ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? നേരത്തെ നമ്മൾ കണ്ട സെയിം എൻട്രി തന്നെ വരുന്നത്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റഡ് ടു ബാങ്ക് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റഡ് ടു ബാങ്ക്. സെയിം എൻട്രി തന്നെയാണ് വരുന്നത്. എമൗണ്ട് പെയ്ഡ്, എമൗണ്ട് കൊടുക്കുമ്പോൾ വരുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റഡ് ടു ബാങ്ക്. ഇനി നമുക്ക് വേണ്ട അടുത്ത എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ജനറൽ റിസർവിൽ നിന്നോ അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ ക്യാപിറ്റൽ റിസർവിൽ നിന്നൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഈക്വൽ എമൗണ്ട് എങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പഠിച്ചത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. അപ്പൊ ജേണൽ എൻട്രി വരുന്നത് ഇതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡേറ്റർ, ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, CRR എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഈക്വൽ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രീസ്.